ഏവർക്കും എസ്മൈ നേച്ചറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു കസ്റ്റമൈസ്ഡ് അക്വേറിയം ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? എന്നാൽ അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസും അതേപോലെ അതിൽ വന്ന കുറച്ച് ചലഞ്ചസും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണെങ്കിലും US-ലുള്ള എക്സിക്യൂട്ടീവ് ഷെഫായിട്ടുള്ള സന്തോഷ് സാറും ലക്ഷ്മി ടീച്ചറും മക്കളായ വിഷ്ണുവും അമ്മുവും ഇവരെല്ലാം വളരെ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ്. വീടിൻ്റെ ഫിനിഷിംഗ് വർക്ക് നടക്കുന്ന സമയത്താണ് സന്തോഷ് സാറ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഫിനിഷിംഗ് ടച്ചസിന് വേണ്ടിയുള്ള വർക്കുകളായ ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പിംഗ്, ഇൻഡോർ പ്ലാന്റ്സ്, ചെറിയ സ്റ്റാച്യൂസ്, ഫോട്ടോ ഫ്രെയിംസ്, അതുപോലുള്ള ചെറിയ അലങ്കാര വസ്തുക്കൾ, ഹൈടെക് ലോ മെയിൻ്റനൻസ് അക്വേറിയം, ഇതായിരുന്നു സാറിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം. ഗാർഡനിങ്, ലാൻഡ്സ്കേപ്പിംഗ്, അതുപോലെ ചെറിയ ഡെക്കോർ ഐറ്റംസ് പ്ലേസ് ചെയ്യുക, ഇതെല്ലാം അത്യാവശ്യം ഈസി ആയിട്ടുള്ള വർക്കായിരുന്നു. അക്വേറിയം ഉണ്ടാക്കൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. ഡൈനിങ് ഏരിയയുടെയും സ്റ്റെയർകേസ് ലാൻഡിംഗ് ലിവിംഗ് ഏരിയയുടെയും നടുക്കായിട്ടാണ് ഒരു വുഡ് പാർട്ടീഷൻ കൊടുത്ത് അതിലാണ് ഈ അക്വേറിയത്തിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നത്. സാറിനോട് റിക്വയർമെൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് സാറിന് വെറും ഒരു ഫിഷ് ടാങ്ക് അല്ല വേണ്ടതെന്ന്, മറിച്ച് ജെയിൻ ഗൗര വളർത്താൻ പറ്റിയ ഒരു ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഹൈടെക് ടാങ്കാണ് വേണ്ടതെന്ന്. ജെയിൻ ഗൗര എന്ന ഇനം ഫിഷ് ഹോം എന്ന സിനിമയിൽ കണ്ടിട്ടുള്ള ഫിഷാണ്. ജെയിൻ ഗൗര അപ് ടു 2 ഫീറ്റ് വരെ ഇത് വളരാവുന്നതാണ്. പക്ഷേ സ്റ്റാൻഡും മറ്റും 1 ഫീറ്റ് വീതിയിൽ പണി കഴിഞ്ഞതിനാൽ അതിൽ കൊള്ളാവുന്ന പലതരം ടാങ്കുകളും ഡിസൈനുകളും മീനുകളും സജസ്റ്റ് ചെയ്തിരുന്നു. സാറും ഫാമിലിയും പണ്ട് ജെയിൻ ഗൗര വളർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാറിന് നിർബന്ധമായിരുന്നു ജെയിൻ ഗൗരയ്ക്കുള്ള ടാങ്ക് വേണമെന്ന്. അവസാനം സാറിൻ്റെ താല്പര്യത്തിൽ വഴങ്ങി അതിനു വേണ്ടിയിട്ടുള്ള ഡിസൈനുകളും മറ്റും സജ്ജീകരണങ്ങളും സാറിന് സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം 5 അടി നീളം, 2 അടി വീതി, 2 അടി ഹൈറ്റിലുള്ള ടാങ്ക് ഡിസൈൻ ഫൈനലൈസ് ചെയ്തു. ഫസ്റ്റ് ടാങ്ക് നിൽക്കാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് സ്റ്റീൽ ആംഗ്ലിയർ സ്ട്രക്ചർ ഉണ്ടാക്കി. താഴെയുള്ള കബോർഡെല്ലാം പുതിയ ഫ്രെയിമിന് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി. ടാങ്കിന് താഴെയുള്ള കബോർഡിൽ തന്നെ വാട്ടർ ഫിൽട്ടർ സെറ്റപ്പ് ചെയ്തു. UV ഫിൽട്രേഷനോട് കൂടിയ സംസം എന്ന് പറഞ്ഞ ബെസ്റ്റ് ബ്രാൻഡ് ഫിൽറ്ററാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തത്. അങ്ങനെ സ്റ്റാൻഡ്, ടാങ്ക്, ഫിൽട്ടർ, വുഡ്, കബോർഡ് എല്ലാം സെറ്റായി. രണ്ടാമത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് സാറിൻ്റെ ഫിഷിൻ്റെ വെറൈറ്റി റിക്വയർമെൻറ്റ് ഭയങ്കര സ്പെസിഫിക് ആയിരുന്നു. ജെയിൻ ഗൗര അപ് ടു 1 ഫീറ്റ് എബവ് ഉണ്ടായിരിക്കണം. അതുപോലെ ഒരെണ്ണം ബ്ലാക്ക് ആയിരിക്കണം, ഒരെണ്ണം വൈറ്റ് ആയിരിക്കണം. സാധാരണ എപ്പോഴും സംഭവിക്കുന്ന പോലെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് കിട്ടാൻ ഭയങ്കര ടഫായിരിക്കും. എന്തൊക്കെ വന്നാലും ഈസി ആയിട്ട് നമുക്കത് സോഴ്സ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. ജെയിൻ ഗൗര ഓർണമെൻ്റൽ ഫിഷ് മാർക്കറ്റിൽ 4 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെയാണ് പൊതുവെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇന്ത്യ ഫുള്ളും, ഇന്ത്യയിലുള്ള എല്ലാ മാർക്കറ്റുകളിലും നമ്മൾ തപ്പി, കേരളത്തിലുള്ള മെയിൻ മാർക്കറ്റുകളിലെല്ലാം തപ്പി. ഏറ്റവും അവസാനം നമ്മൾക്ക് ഈ പറയുന്ന സൈസിൽ കേരളത്തിൽ നിന്ന് തന്നെ കിട്ടി. നമ്മുടെ കസ്റ്റമറിൻ്റെ ആഗ്രഹം പരിപൂർണമായും സഫലീകരിച്ചു. അതുപോലെ ഈ ഒരു നല്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ സാധിച്ചതും എന്നുള്ള സന്തോഷത്തോടെ നമ്മൾ അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകുന്നു. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അപ്ഡേറ്റ്സും ഓഫേഴ്സും അറിയാനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതേപോലെ വീടും ഓഫീസൊക്കെ മനോഹരമാക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സിനും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.